السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله الرحمن الرحيم، وأشهد أن سيدنا ونبينا محمدا عبده ورسوله خاتم المرسلين، صلى الله وسلم وبارك عليه وعلى آله وصحبه والتابعين. أما بعد. ആദരണീയരായ സഹോദരീ സഹോദരന്മാരെ, ഓഗസ്റ്റ് മാസം 2-ാം തീയതി വതനുത്തആയുഷ് എന്ന ശീർഷകത്തിൽ സാഹോദര്യത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും രാജ്യമായ UAE കുറിച്ചു പൊതുവേയും ഈ രാജ്യത്തു ജീവിക്കുന്ന എല്ലാവരും പാലിക്കേണ്ടുന്ന മര്യാദകളെയും രീതികളെയും കുറിച്ചു പ്രത്യേകമായും പ്രതിപാദിക്കുകയാണ് UAE ജുമുഅ ഖുതുബ. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ. ഹേ ജനങ്ങളെ, ഒരൊറ്റ സത്തയിൽ നിന്ന്, അതായത് ഒരേ ഒരു ശരീരത്തിൽ നിന്നു നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ സൂക്ഷിക്കുക. സത്യവിശ്വാസികളെ, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതഅറഫു. ജനങ്ങളെ, നിങ്ങളെ നാം ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പിന്നീട് നിങ്ങളെ നാം ഗോത്രങ്ങളും വിഭാഗങ്ങളുമാക്കിയത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയുന്നതിനു വേണ്ടിയാണ്. ജനങ്ങൾക്കിടയിലെ പരസ്പര പരിചയവും സഹവർത്തിത്വവും മതപരമായ ഒരു ലക്ഷ്യമാണ്, ധാർമ്മികമായ ആവശ്യകതയാണ്, സാമൂഹിക ഉത്തരവാദിത്വമാണ്. ഈ സഹവാസത്തിലൂടെയും സഹവർത്തിത്വത്തിലൂടെയുമാണ് ഒരാൾ രാജ്യത്തോടുള്ള അമാനത്ത് സംരക്ഷിക്കുന്നത്, രാജ്യത്തിൻ്റെ സുസ്ഥിരതയും സമാധാനവും കാത്തുസൂക്ഷിക്കുന്നത്. രാജ്യത്തെ ഓരോരുത്തരും എപ്പോഴും ആവർത്തിച്ച് രഹസ്യമായും പരസ്യമായും പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിനൻ എന്ന പ്രാർത്ഥനയാണ്. അഥവാ, രക്ഷിതാവേ, നീ ഈ രാജ്യത്തെ സുരക്ഷിതമാക്കണമേ, വിശ്വസ്തമാക്കണമേ എന്ന്. പിറന്ന മണ്ണെന്ന അമാനത്ത് ഏതൊരു വ്യക്തിക്കുമുള്ള ഏറ്റവും വില കൂടിയ സ്വത്താണ്. സ്വന്തം നാട്ടിൽ സമാധാനവും സുസ്ഥിരതയും നിതാന്തമാവുക, നിലനിൽക്കുക എന്നത് ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അത് ആ രാജ്യത്തെ പൗരന്മാരാവാം, ആ മണ്ണിൽ ജീവിക്കുന്ന ആരുമാവാം. അവരെല്ലാം അവർ ജീവിക്കുന്ന രാജ്യത്തിൻ്റെ ഭരണഘടനയെയും നിയമങ്ങളെയും രീതികളെയും ആദരിക്കേണ്ടതുണ്ട്, ബഹുമാനിക്കേണ്ടതുണ്ട്. ആ രാജ്യത്തെ ഏറ്റവും സുന്ദരമായ പെരുമാറ്റ രീതികളെ അംഗീകരിക്കുകയും അവരുടെ ചട്ടങ്ങളെയും നടപ്പുരീതികളെയും സവിശേഷതകളെയും പരിഗണിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം പരിഗണിച്ചു ജീവിക്കുന്നവരെ കുറിച്ചാണ് പ്രവാചകർ ഇങ്ങനെ ഉപമ പറഞ്ഞത്: കമസലിൻ നഹ്ല അകലത് ത്വയ്യിബ വവളഅത് ത്വയ്യിബ വവഖഅത് ഫലം തക്സിർ വലം തുഫ്സിദ്. അത്തരം ആളുകൾ തേനീച്ചകളെ പോലെയാണ്. നല്ലതാണ് തേനീച്ച ഭക്ഷിക്കുന്നത്. തേനീച്ച തിരിച്ചു തരുന്നത് ശുദ്ധമായ തേനാണ്. പൂവിലോ ഫലങ്ങളിലോ വന്നിരിക്കുന്ന തേനീച്ച ഒന്നുമേ തകർത്തു കളയുന്നില്ല, ആരെയും പ്രശ്നത്തിലകപ്പെടുത്തുന്നുമില്ല. അത്തരം ആളുകൾ ഈ മഹത്തായ രാജ്യത്തിൻ്റെ പിതാവ് ഷെയ്ഖ് സായിദ് ത്വയ്യബല്ലാഹു സറ വിശേഷിപ്പിച്ചതുപോലെ മറ്റെല്ലാ പരിഗണനകൾക്കും അപ്പുറം രാജ്യത്തിൻ്റെ നന്മയെ പരിഗണിക്കുന്നവരാണ്. രാജ്യത്തിന് നല്ലത് ആഗ്രഹിക്കുക എന്നത് വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പതിവായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന പ്രാർത്ഥനയിലെ ഭൗതികവും പാരത്രികവുമായ ഗുണങ്ങളുടെ ലക്ഷണമാണ്. പ്രവാചകരുടെ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു: അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അല്ലദീ ഹുവ ഇസ്മത്തു അംരി. അല്ലാഹുവേ, എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായ ദീനിനെ നീ എനിക്കു നന്നാക്കണമേ. വഅസ്ലിഹ് ലി ദുനിയായല്ലതി ഫീഹാ മആശി. ഞാൻ ജീവിക്കുന്ന ഈ ഭൗതിക ലോകവും എനിക്കു നീ സുന്ദരമാക്കണമേ എന്ന്. വിശ്വസ്തനായ സത്യവിശ്വാസി സ്വന്തം രാജ്യത്തിൻ്റെ ഉന്നതിക്കു വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. രാജ്യത്തിൻ്റെ സൽപ്പേരിനെക്കുറിച്ച് അങ്ങേയറ്റം ശ്രദ്ധാലുവാണ്.
അവനെപ്പോഴും രാജ്യത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്നത് കവി പാടിയിട്ടുള്ളതുപോലെ മഹത്തായ നേതൃത്വത്തിൻ്റെയും ഭരണാധികാരികളുടെയും തണലിൽ സഹവർത്തിത്വത്തിൻ്റെ രാജ്യമേ നീയൊരു പർവ്വതം പോലെ നിലകൊള്ളുക. എല്ലാവർക്കും നന്മ ചെയ്യുന്ന ഔദാര്യത്തിൻ്റെ നിവർന്ന കൈകളായി സാഹോദര്യത്തിൻ്റെ രാജ്യമേ നീ നിലകൊള്ളുക. യാ റബ്ബി ഫഹ്ഫൽ വർഅ സർഹൻ ഖദ് ഗദാ മഹ്വൽ വറാ ബിമഹബ്ബത്തിൻ വ ഉഖുവ്വതി. എൻ്റെ രക്ഷിതാവേ, സ്നേഹത്തിലും സാഹോദര്യത്തിലും എല്ലാവർക്കും പ്രിയങ്കരമാവുകയും ഒരു കോട്ട പോലെ നിലകൊള്ളുകയും ചെയ്യുന്ന എൻ്റെ രാജ്യത്തെ നീ സംരക്ഷിക്കുകയും കാത്തരുളുകയും ചെയ്യണമേ. ഈ മഹത്തായ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് സാഹിബുസ്സുമു ഷേഖ് മുഹമ്മദ് ബിൻ സായിദ് ഹഫിളഹുല്ലാഹ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: നഹ്നു കുല്ലുനാ മസ്ഊലൂന അൻ സുൻഇ സുംഅത്തിൻ ത്വയ്യിബ ലിഹാദൽ ബലദ് ലിഅന്ന കുല്ലകും റാഇൻ അലാ സുംഅതി ഹാദിഹിൽ ബിലാദ്. നമ്മൾ ഓരോരുത്തരും ഈ രാജ്യത്തിൻ്റെ സൽപ്പേരിനും പ്രശസ്തിക്കും ഉത്തരവാദികളാണ്. ആ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കുക എന്നത് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ അങ്ങേയറ്റം പ്രശംസിച്ചിട്ടുള്ള കരാർ പൂർത്തീകരണത്തിൻ്റെ ഭാഗമാണ്. കരാർ പൂർത്തീകരിക്കുന്നവരെ പ്രശംസിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞത് ഉലൈകല്ലദീന സ്വദഖു വ ഉലൈക ഹുമുൽ മുത്തഖൂൻ എന്നാണ്. അതായത് ജീവിതത്തിൽ സത്യസന്ധത പാലിച്ചവരും സൂക്ഷ്മത പുലർത്തിയവരും അവരാണ് എന്ന്. സത്യവിശ്വാസികളെ, വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ അനുചരന്മാരിൽ ചിലരെ ഹബ്ശയിലേക്ക് പറഞ്ഞയച്ചപ്പോൾ അവർ ആ മണ്ണിനെ അവരുടെ സ്വന്തം രാജ്യം പോലെ പരിഗണിച്ചു. ഞങ്ങളുടെ നാടിൻ്റെ ഏറ്റവും നല്ല പ്രതിനിധികളായി അവരവിടെ മാറി. അവരുടെ കഠിനാധ്വാനത്തിലും പരിശ്രമത്തിലും സഹിഷ്ണുതയിലും സഹവർത്തിത്വത്തിലും മറ്റുള്ളവർക്കെല്ലാം ഉത്തമമായ മാതൃക അവർ സൃഷ്ടിക്കുകയും ചെയ്തു. അതുകൊണ്ട് നമ്മെ സ്നേഹപൂർവം ചേർത്ത് പിടിക്കുകയും ബഹുമാനപൂർവം നമ്മോട് ഇടപഴകുകയും ചെയ്യുന്ന നാം ജീവിക്കുന്ന മണ്ണിൽ, അതായത് ഈ മഹത്തായ രാജ്യത്ത്, പ്രവാചകൻ്റെ അനുയായികൾ എത്യോപ്യയിൽ എന്താണോ ചെയ്തത് ആ മാതൃകയാണ് നാം പിന്തുടരേണ്ടത്. ഇവിടെ നാം പ്രശ്നങ്ങൾക്കു കാരണക്കാരാവരുത്, അരാജകത്വത്തിന് വഴിവെക്കരുത്, പരസ്പര വിദ്വേഷമോ പക്ഷപാതമോ നാം പ്രേരിപ്പിക്കരുത്. കാരണം അത്തരം മോശമായ പ്രവർത്തനങ്ങൾ രാജ്യത്തോടുള്ള വിശ്വാസവഞ്ചനയാണ്. അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്: യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂനുല്ലാഹ വർ-റസൂല വതഖൂനു അമാനാതികും വഅൻതും തഅലമൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ ദൂതരെയും വഞ്ചിക്കരുത്. നിങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങളിൽ ബോധപൂർവം നിങ്ങൾ ചതി ചെയ്യരുത്. ഈ മഹത്തായ രാജ്യത്തെ പൗരന്മാരും ആ മണ്ണിൽ ജീവിക്കുന്നവരും രാഷ്ട്ര നേതൃത്വവുമെല്ലാം ഈ മണ്ണിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവരാണ്. ഈ രാജ്യത്തോട് ചേർന്നു നിൽക്കുന്നതിൽ അഭിമാനം കൊള്ളുന്നവരാണ്. രാജ്യത്തെ സംരക്ഷിക്കുന്നവരാണ്. രാജ്യത്തെ ഓരോ ചാണിനും വേണ്ടി പ്രതിരോധം തീർക്കുന്നവരാണ്. രാജ്യത്തെ നിയമ സംവിധാനങ്ങളും സ്ഥാപനങ്ങളും വ്യവസ്ഥിതികളും അത്തരം ആളുകളെ, പ്രശ്നക്കാരെ കൃത്യമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. തെറ്റായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ അതിനുള്ള തിക്തഫലം ഏറ്റുവാങ്ങുകയും ചെയ്യേണ്ടി വരും. അള്ളാഹു നമ്മെ സംരക്ഷിക്കുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.